ഇപ്പോൾ സീസൺ 7 മലയാളം. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള 5 വൈൽഡ് കാർഡ് എൻട്രീസ് ഉണ്ടല്ലോ, അവർ ബൗളിൽ നിന്ന് ഒരു ചിട്ട് എടുക്കുക. അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് അവർക്ക് മാത്രമേ കാണാവൂ, മറ്റു മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ക്യാമറയ്ക്കും കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ മറ്റു മത്സരാർത്ഥികളെ 1 മുതൽ 16 വരെയുള്ള ഓർഡറിൽ, അതായത് റാങ്കിങ് ഓർഡറിൽ നിർത്തുക എന്നുള്ളതാണ് വൈൽഡ് കാർഡ് എൻട്രീസ് ചെയ്യേണ്ടത്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ബുദ്ധിശാലി ആ ഒരു ബേസിസ് തന്നെ ചെയ്യണമെന്ന് വ്യക്തമായി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ, ബുദ്ധിശാലി എന്ന് പറയുന്ന ബേസിസിൽ 1 മുതൽ 16 വരെയുള്ള റാങ്കിങ് ഓർഡറിൽ നിർത്തിയത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ജിസേൽ, അനീഷ്, നൂറ, ഷാനവാസ്, അക്ബർ, ബിന്നി, ഒണീൽ, അഭിലാഷ്, രേണു, അപ്പാനി, നെവിൻ, റെന, അനുമോൾ, ആദില, ശൈത്യ, ആര്യൻ. അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു റാങ്കിങ്. അപ്പോൾ അതിനുശേഷം ഈ മറ്റു മത്സരാർത്ഥികൾ ഇത് ഏതിൻ്റെ പേരിലാണ് ഇവർ റാങ്ക് ചെയ്തതെന്നുള്ളത് അവർ ഊഹിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഊഹിക്കാനുള്ള ഓപ്ഷൻസ് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻസ് 1 ഭീരുത്വം, 2 ബുദ്ധിശക്തി, 3 അലസത. അങ്ങനെ മറ്റു മത്സരാർത്ഥികൾ കൂടി ചേർന്നിട്ട് തീരുമാനിച്ചു പറഞ്ഞു ബുദ്ധിശക്തിയുടെ ബേസിസിലാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയായത് കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രീസിനൊരു പണിഷ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിൽ നിന്ന് ഒരാൾക്ക് പണിപ്പുര പ്രവേശനം നഷ്ടമാകും എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ പണിപ്പുര പ്രവേശനം നഷ്ടമാകും എന്നാണ്. അപ്പോൾ അത് മറ്റു മത്സരാർത്ഥികൾക്ക് തീരുമാനിക്കാം ആ വൈൽഡ് കാർഡ്സിൽ ആരാണ് ആ ഒരൊറ്റ വ്യക്തി ഇന്നത്തെ പ്രവേശനം നഷ്ടമാകുന്നത്, പണിപ്പുര പ്രവേശനം നഷ്ടമാകുന്നതെന്ന്. അങ്ങനെ അവർ തീരുമാനിച്ച് പറഞ്ഞു മസ്താനി. അപ്പോൾ മസ്താനിക്ക് ഇന്നത്തെ പണിപ്പുര പ്രവേശനം നഷ്ടമായിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.